ഉമ്മൻചാണ്ടി മിസ്റ്റർ ഉമ്മൻചാണ്ടി രാജിവെച്ച് പോകട്ടെ കച്ചവടം ഹലോ മിസ്റ്റർ ഉമ്മൻചാണ്ടി രാജിവെച്ച് പോകട്ടെ പോലീസുകാർക്ക് നന്നായിട്ടറിയാം, ഏതെങ്കിലും ഒരു സമയത്ത് പോലീസുകാർക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തിനാ ഇത്തരത്തിലുള്ള വേഷം കെട്ടുന്നത്? നിങ്ങളെ കണ്ടു പേടിച്ചാൽ ഇത്തരത്തിൽ പുലിവേഷം കെട്ടി മുമ്പിൽ നിന്നാൽ സമരം നിർത്തി അല്ലെങ്കിൽ ഈ പ്രകടനം മതിയാക്കി പോകുന്നവരാണ് വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ. ഇതിന്റെ 2ാം നിലയിലാണ് ഓഫീസ്. ഞങ്ങൾ പറഞ്ഞു ഓഫീസിനകത്ത് കയറണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഈ പ്രതിഷേധം അറിയിക്കണം. ഈ പ്രതിഷേധം നാട്ടുകാർ ഒന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നാട്ടിലാകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് SFI ഉയർത്തിപ്പിടിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിനകത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണം റംസാൻ അരി, ആ അരി പോലും നിഷേധിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാട്. എന്നിട്ടെന്താ ഉമ്മൻചാണ്ടി പറയുന്നത്? എന്നിട്ടെന്താ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്? എന്നിട്ടെന്താ അബ്ദുറബ്ബ് പറയുന്നത്? എമർജിംഗ് കേരള, കേരളം വികസിക്കുന്നു, കേരളം വളരുന്നതിന് വേണ്ടി നിക്ഷേപം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും കോൺഗ്രസുകാരും ഒന്ന് മനസ്സിലാക്കണം. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ആനുകൂല്യം, ഇങ്ങനെ വിദ്യാർത്ഥികളുടെ അവകാശം എല്ലാം നിഷേധിച്ച് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിനെ അനുവദിക്കില്ല. ചരിത്രത്തിലില്ലാത്ത വിധം ഈ 12 വർഷമായി കേരളത്തിനകത്ത് നിലനിൽക്കുന്ന ഓണം റംസാൻ അരി ഈ പറയുന്ന കേരളത്തിലെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് നയനാർ ഗവൺമെന്റാണ്. കേരളത്തിനകത്ത് ഓണത്തിനും റംസാനും 5 കിലോ അരി വെച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല ഈ കേരളത്തിനകത്ത് പ്രാവർത്തികമാക്കിയത്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ അരിയാകെ അല്ലെങ്കിൽ അരി വിതരണം അട്ടിമറിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകിടം മറിക്കുന്ന നിലപാടുകളാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങൾ ആദ്യം പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞത് 24-ാം തീയതി മുതൽ ഇത് വിതരണം ചെയ്യാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കും. ഈ നാളിതുവരെ നമ്മൾ മാർച്ച് നടത്തുന്ന ഈ ദിവസം ഉൾപ്പെടെ ഇന്ന് വരെ ഇതിനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ഈ ഗവൺമെന്റ് പറയുന്നത് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണ് ഓർഡർ? ഓണം റംസാൻ കഴിഞ്ഞിട്ട് ദിവസം അവിടെ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അർഹതപ്പെട്ട അവരുടെ വിഹിതം കൊടുക്കാൻ ഈ ഗവൺമെന്റ് മടി കാണിക്കുന്നത്? ഈ ഗവൺമെന്റ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവരെ പിഴിഞ്ഞൂറ്റി ജീവിക്കുന്ന ഒരു ഗവൺമെന്റായി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളത്തിനകത്ത് മാറിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന തീരുമാനങ്ങളാണ് ഈ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് 5 കിലോ അരി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓണത്തിന് റംസാനും
10 കിലോ അരി ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് എത്തേണ്ടതാണ്. എത്ര കാലം എടുത്തിട്ടും ഇന്നുവരെയും അത് കൊടുക്കാൻ തയ്യാറാവാത്ത ഈ ഗവൺമെന്റ് നടപടി എന്ന് പറയുന്നത് ഏറെ ധിക്കാരപരമായ നടപടിയാണ്. ഇപ്പൊ നമുക്കറിയാം, മുമ്പ് സൂചിപ്പിച്ചല്ലോ, കേരളത്തിനകത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ നിലയിൽ നട്ടോട്ടം ഓടുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരു 8 ലക്ഷമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് CBSE സ്കൂളുകളെ സഹായിക്കാൻ, ICSE സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവരുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് താഴിട്ട് കൂട്ടണമെന്നുള്ള നിലപാടുകളാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിലേറിയ നാൾ മുതൽ ഈ കേരളത്തിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയും കേരളത്തിനകത്തെ UDF ഗവൺമെന്റുകളും എന്തെല്ലാം കേരളം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിനകത്ത് വിദ്യാർത്ഥി ആത്മഹത്യകൾ ഏറ്റവും കൂടുതലായി ഗ്രാമപ്പെട്ട നാടായി നമ്മുടെ കേരളം മാറി. കേരളത്തിനകത്തെ വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായിരുന്നു. ആ വിദ്യാഭ്യാസ ക്രമത്തെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിനകത്തെ സർക്കാർ സ്കൂളുകളെ പാടെ തകർത്തെറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന, നമുക്കറിയാം കേരളത്തിന്റെ ഇന്നെത്തിയിരിക്കുന്ന ലോകത്തിന് മാതൃകയായിരുന്ന കേരളീയ വിദ്യാഭ്യാസം സാധാരണക്കാരനും പ്രാപ്യമാവുന്ന നിലക്കകത്തേക്ക് കേരളത്തിന്റെ സർക്കാർ സ്കൂളുകളുടെ നിലവാരമായിരുന്നു. ആ സർക്കാർ സ്കൂളുകളെ ആകെ തകർത്തെറിയുന്നതിന് വേണ്ടി സ്വകാര്യ രോഗിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിവിട്ട നീക്കമാണ് കേരളത്തിനകത്തെ ശ്രീമാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച്